ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. വേറെ കറിയൊന്നുമില്ല കേട്ടോ, സ്പെഷ്യലായിട്ട് കറിയൊന്നുമില്ല. നമ്മൾ ചെറിയൊരു സലാഡും കൂടി ഉണ്ടാക്കാണ്ട് കൂട്ടത്തിൽ. പിന്നെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അതിന് വേറെ സ്പെഷ്യൽ വേറെ കറികളൊന്നും വേണ്ടിയില്ല. വയറ് നിറയുകയും ചെയ്യും, നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അയ്യോ, പോലെ ഇപ്പം അതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കുക, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചടപടേ എന്ന് നമുക്കെല്ലാം ചെയ്ത് തീർക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടാക്കിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. ഇവിടെ ഒരാൾക്ക് നെയ്യ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് രണ്ടൊന്ന് കറുകപ്പട്ട ഇട്ട് കൊടുത്തു. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തു. അത് ഇച്ചിരി വലിപ്പം കൂടുതലായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങ് കീറിയിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നന്നായിട്ട് കുത്തി ചതച്ചെടുത്തത് കേട്ടോ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് കിടന്ന് തിളയ്ക്കണ എണ്ണയിലേക്ക് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും, അടിയിലും പിടിക്കും. പിന്നെ അതിൽ ഞാൻ പെട്ടെന്ന് ഇതാവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സബോള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്ത സബോളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഉണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. തക്കാളി നീളത്തിൽ കട്ടി ഉറഞ്ഞ് അരിഞ്ഞെടുത്തത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സവോള ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സവോള ഇതൊക്കെ നമ്മുടെ വഴണ്ട് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് എന്തോരം എരിവ് വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഗരം മസാല ഇട്ട് കൊടുത്തു. അതും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ബീൻസ്. അതൊക്കെ ഒന്ന് വഴണ്ട് ഇതായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ റൈസിൻ്റെ ഇതും പിന്നെ വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തത്. നമ്മുടെ അരി ഇത് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് ഇതായി നിൽക്കാൻ പാകത്തിന് വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നിങ്ങൾ ഇടുന്നതിൻ്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അരിയൊക്കെ. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. വന്നിട്ട് ഞാനൊന്ന് ഒരു വിസിൽ അടുപ്പിച്ചെടുത്തു കേട്ടോ. ഒരു വിസിൽ അടിച്ച് വന്നതിന് മുമ്പ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇനി അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തക്കാളിയും ഒക്കെ കുരുകുരുന്നിന് അരിഞ്ഞെടുത്തത് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് ഇളക്കി. നമ്മുടെ സലാഡ് ഇവിടെ റെഡിയായി. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. എനിക്ക് നന്നായിട്ട് വിശക്കണം, ഞാനിപ്പോൾ തന്നെ തിന്നാൻ പോകട്ടോ, ഇനി നേരമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.